വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ്. ഇന്നത്തെ റീഡിംഗ് മറ്റുള്ളവർക്ക് നിങ്ങൾ ആരാണ് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ അവർക്ക് നിങ്ങളോട് എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന വൈബ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. Eight of Wands, Fool, Judgment, Ten of Cups, Three of Swords, Six of Cups, Ten of Pentacles, Nine of Swords, Eight of Swords. Bottom card Nine of Cups ആണ്. New vision, patience, experiencing. ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ഔട്ട്സൈഡറാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വോൺസ്, സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ്. അപ്പോൾ ഈ രണ്ട് കാർഡ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ എടുത്ത കുറച്ച് കാർഡ്സ് നിങ്ങളെ കാണുമ്പോഴുള്ള ആദ്യത്തെ ഇംപ്രഷനാണ്. ഒരാൾക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴുള്ള ആദ്യത്തെ ഇംപ്രഷനാണ് ഫസ്റ്റ് കാർഡ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് ബാക്കിയുള്ള നിങ്ങളുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എയ്റ്റ് ഓഫ് വോൺസ് ഫുൾ കാർഡ് എന്ന് പറയുമ്പം ഒരാൾക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോഴുള്ള ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ആ രണ്ട് കാർഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എയ്റ്റ് ഓഫ് വോൺസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ. അത് നിങ്ങൾ ബോൾഡ് ആയിരിക്കാം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു ഫിയർ ഉണ്ടാവില്ല. നിങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾ സംസാരിക്കാത്ത ആളായിരിക്കും, പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നത് കുറച്ചാണെങ്കിലും അവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ടോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരത്തിൽ ആൾക്കാർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ വരും, നിങ്ങളോട് കൂടുതൽ സംസാരിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. മേ ബി നിങ്ങൾ അധികം സംസാരിക്കാതെ ഒരു കുറച്ച് സംസാരിച്ച് പോകുമ്പോൾ പിന്നെയും നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ആൾക്കാർക്ക് ഉണ്ടാവുക. പിന്നെയും സംസാരിക്കണം എന്നുള്ളൊരു ക്രേവും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കൂടുതലും ഒരു ക്യൂരിയോസിറ്റിയാണ്. പിന്നെയും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു തോന്നലായിരിക്കും പിന്നീട് അവർക്ക് നിങ്ങളോട് ഉള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുക. അതുകൊണ്ട് പിന്നെ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിങ്ങളോട് സംസാരിക്കാനോ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഫുൾ കാർഡ് എന്ന് പറയുമ്പം ഈസി ആയിട്ട് നിങ്ങളോട് ആൾക്കാരോട് ബിഹേവ് ചെയ്യും, ഒന്നുമില്ലാതെ. അതായത് പ്യുവർ മൈൻഡായിട്ട് ഒന്നും ഉള്ളിൽ വെക്കാതെ ഒന്നും ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത്, ആരെയാണോ ഡീൽ ചെയ്യുന്നത്, അപ്പോൾ അവരോട് നിങ്ങൾ അവരെക്കുറിച്ച് ഒന്നും ജഡ്ജ് ചെയ്യാതെ നിങ്ങളായിട്ട് നിന്ന് പ്യുവറായിട്ട് നിന്ന് സംസാരിക്കും. നിങ്ങളുടെ ജെന്യൂനിറ്റിയാണ് അങ്ങനെ വരുമ്പോൾ ആൾക്കാർ കാണുക. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് വീണ്ടും സംസാരിക്കണം എന്നുള്ളൊരു തോന്നൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പം ആ ആൾ എങ്ങനെയാണെന്നുള്ള ജഡ്ജ്മെൻറ്റൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ പുറമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ആളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് നടക്കുക. പലർക്കും അങ്ങനെയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ എസംഷനാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു അനുമാനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്, ഇയാൾ ഇങ്ങനെ ആണെന്നുള്ള എസ്യൂം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയല്ലാതെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ജഡ്ജ്മെൻ്റ് ഇല്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം ആൾക്കാർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും, ക്യൂരിയോസിറ്റി ഉണ്ടാകും നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. നോർമലി നിങ്ങളൊരാളെ ഫസ്റ്റ് കാണുമ്പോൾ ജഡ്ജ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ ഒരിക്കലും പിന്നീട് മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല.
നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ആൾക്കാർ കാണുന്നത് ആ ഒരു പ്യുവർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ജഡ്ജ്മെൻറ്റ് ഇല്ലാതെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. അതാണ് ഇവിടെ മൂന്നാമത്തെ കാർഡ് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്കൊരു 10 ഓഫ് കപ്സിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റാണ് ഉണ്ടാവുക. അവർക്ക് എന്താണോ നിങ്ങളിൽ നിന്ന് അറിയാനുള്ളത്, അതല്ലെങ്കിൽ അറിയാനുള്ളത് മീൻസ് നമുക്ക് ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ ആ ആൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. മീൻസ് ഇങ്ങനെ ജെന്യൂനായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് വന്ന് സംസാരിക്കുമ്പം ആ ഒരു ഹാപ്പിനെസ്സിനെയാണ് ഇവിടെ 10 ഓഫ് കപ്സ് കാണിക്കുന്നത്. അപ്പോൾ എത്ര വലിയ വിഷമത്തിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്കത് ഹീൽ ആവുന്നതായിട്ടുണ്ടാകും. അതാണ് ഇവിടെ 3 ഓഫ് സോർഡ്സ് കാർഡ് കാണിക്കുന്നത്. ആ 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയിലായിരിക്കും മേ ബി നിങ്ങളോട് ആൾക്കാർ വന്ന് സംസാരിക്കുന്നത്. മേ ബി അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലായിരിക്കും ഉണ്ടാവുക, എന്തെങ്കിലും ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും, എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ കടന്നു വന്ന ആളായിരിക്കും. അപ്പോൾ അവരുടെ ഉള്ളിൽ ഏത് തരത്തിലുള്ള ചെറിയ വിഷമായിരിക്കും ചില സമയം. അപ്പോൾ എങ്ങനെയുള്ള ചെറുതായാലും വലുതായാലും അത് അവർക്ക് 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയിലായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. പക്ഷെ അവർ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുമ്പോഴേക്കും അവർ ഈ 10 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ, അതായത് നല്ലൊരു ഹാപ്പിനെസ്സിലായിരിക്കും അവർ പോകുന്നുണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാച്ചുറലി ബൈ ബർത്ത് തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് കപ്പാസിറ്റി, ഹീലിംഗ് പവർ ഉണ്ട്. ആ ഒരു ഹീലിംഗ് പവർ ഉണ്ടാകുമ്പം നിങ്ങളുടെ ആ ഒരു എനർജി പ്രസൻസ് തന്നെ മറ്റുള്ളവർക്ക് ഹീലിംഗ് ഉണ്ടാക്കും. അത് നിങ്ങൾ അവരോട് സംസാരിക്കണമെന്നില്ല, നിങ്ങൾ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല, മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല, ഒന്നുമില്ല. നിങ്ങളുടെ എനർജി പ്രസൻസ് കൊണ്ട് തന്നെ അവരിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയും അതുപോലെ 6 ഓഫ് കപ്സിൻ്റെ എനർജിയും അതുപോലെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയും. ഈ 2 കാർഡ് കാണിക്കുന്നത് ഒരാൾക്ക് നിങ്ങളെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ കുറേ കാലത്തെ പരിചയമുള്ളതുപോലെ തോന്നും. ആദ്യമായിട്ട് ഒരാളോട് സംസാരിക്കുന്നതാണെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. മേ ബി അവർക്ക് മുൻജന്മ ബന്ധം ഫീൽ ചെയ്യും, ചിലർക്ക് ചൈൽഡ്ഹുഡ് മുതലേ അറിയാമെന്നുള്ളൊരു ഫീലായിരിക്കും വരിക, അതല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള ഒരാളായിരിക്കും ഫീൽ ചെയ്യുക. അതാണ് ഇവിടെ 10 ഓഫ് കപ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബന്ധത്തിൻ്റെ ആഴം, ചില സമയം ഭയങ്കര ആഴത്തിലുള്ളൊരു ബന്ധം നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ടാകും. ആ ബന്ധത്തിൻ്റെ ആഴത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളോട് എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം ആ ബന്ധത്തിൻ്റെ ആഴം കൂടിക്കൂടി വരും. അപ്പോൾ അവർക്ക് കുറേ കാലങ്ങളായിട്ടുള്ള പരിചയം, ഇന്ന് പരിചയപ്പെട്ടതാണെന്ന് തോന്നില്ല, കുറേ കാലങ്ങളോളമുള്ള പരിചയമായിട്ടാണ് തോന്നുക. അത് നിങ്ങളുടെ ആ എനർജി കൊടുക്കുന്ന ആ ഒരു കംഫർട്ട് ഫീലാണ് അവർക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം. ഹീലിംഗ് പവറുള്ള ഒരു വ്യക്തികൾക്ക് അങ്ങനെയുള്ളൊരു കംഫർട്ട് ഫീല് നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും അവർക്കുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ, അതായത് വീട്ടിലെ തന്നെ ഒരു അംഗമാണ് എന്നുള്ള, ഒരു ഫാമിലി മെമ്പർ ആണ് എന്നുള്ള ഒരു, നമുക്ക് എന്തും ഓപ്പണായിട്ട് പറയുക, ഒരു സെക്യൂർ ആണ്. നമ്മുടെ ഫാമിലിയിൽ നമ്മൾ സെക്യൂർ ആയിരിക്കും അല്ലേ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഭയങ്കര സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നിങ്ങളുടെ അടുത്ത് ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു ഫീലാണ്. നിങ്ങളോട് എന്തും സംസാരിക്കാം, ഇത് പുറത്തു പോവില്ല, നിങ്ങളോട് എന്തും ഷെയർ ചെയ്യാം, എന്തെങ്കിലും സൊല്യൂഷൻ തരും, എന്തും നിങ്ങളോട് പറയാനുള്ള ഒരിത്, ആ ഒരു സെക്യൂരിറ്റി, ഭയങ്കര സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഫീലാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് ഉണ്ടാവുക. അത് നിങ്ങളുടെ ആ ഒരു പ്യൂരിറ്റിയാണ്, നിങ്ങളുടെ ഓറേൻ്റെ ഒരു പ്യൂരിറ്റിയാണ് അങ്ങനെ തോന്നാനുള്ള കാരണം. പക്ഷെ ചിലർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഇൻസെക്യൂറാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഭയങ്കര വൂണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും അത്രയും ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് അവരുടെ ആ ഒരു കാർമിക് സിറ്റുവേഷൻ എന്താണെന്നും അവർക്ക് വൂൺസ് ഉണ്ടെന്നും അവർക്ക് ട്രോമ ഉണ്ടെന്നോ ഒന്നും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവും. ഒന്നിനെയും ആക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അവർ പുറമേ ഭയങ്കര ഈഗോ ആയിട്ട് അവർക്ക് എന്താണെന്ന് അവരെന്താണെന്നുള്ളത് അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഭയങ്കര ഈഗോ ആയിരിക്കും, താഴ്ന്നു കൊടുക്കാൻ മടിയുണ്ടാവും, സ്വയം അംഗീകരിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെയുള്ളൊരു വ്യക്തികൾ, ഇതെല്ലാം ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അവർക്ക് ട്രിഗറാണ് കൊടുക്കുക, അവരെ വല്ലാതെ ട്രിഗർ ചെയ്യും. അവർക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ട്രിഗർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങളുടെ അടുത്ത് സെക്യൂർ ആയിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾ, ഭയങ്കര ഈഗോ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ എനർജി, നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു ഫീലാണ് കൊടുക്കുക. കാരണം അവരുടെ ഉള്ളിലുള്ള വൂൺസൊക്കെ നിങ്ങൾ എടുത്ത് പുറത്തിടും. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷേ അത് നിങ്ങളുടെ എനർജി ഓട്ടോമാറ്റിക്കലി അവരെ അങ്ങനെ ആക്കുന്നതാണ്, അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ കൊടുക്കുന്നതാണ്. കാരണം അവരുടെ എനർജി ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെയുള്ള എനർജീസ് വരുമ്പോൾ മാത്രമേ അവരുടെ ട്രിഗർ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവർക്കത് മനസ്സിലായാൽ മാത്രമേ അവർക്ക് ഹീലാകാൻ പറ്റൂ, അവർക്ക് മുന്നോട്ടേക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചിലർക്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു
കാർമിക് പാർട്ട്ണറാണ്. അതുമാത്രമല്ല നിങ്ങൾ അവരുടെ ഒരു അവേക്കണിങ്, ഒരു പുറത്തുനിന്ന് അവർക്ക് അവേക്കണിങ് കൊടുക്കാനുള്ള ഒരു ട്രിഗർ ഉണ്ടാവുമല്ലോ, അങ്ങനെ ട്രിഗർ കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങൾ. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ ചിലർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി, നിങ്ങളുടെ ഉള്ളിലും ഇൻസെക്യൂരിറ്റി ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലും വോൺസ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലും ട്രോമാസ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലും കർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഇൻസെക്യൂരിറ്റീസ് മറ്റുള്ളവർക്ക് പ്രോബ്ലമാണ്. അതായത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. 3 തരത്തിൽ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾ സ്പിരിച്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുമാത്രമല്ല ഇമോഷണലി ഡീപ്പായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ ഈ എനർജി ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബേർഡൻ ആയിരിക്കും. നിങ്ങളുടെ ഹെവി ആയിട്ടുള്ള എനർജി അവർക്ക് മാനേജബിൾ അല്ല. പക്ഷേ സ്പിരിച്വലി ഉള്ള ആൾക്കാർക്ക്, സ്പിരിച്വലി അവേക്കണിങ് ആയ ആൾക്കാർക്ക് നിങ്ങളുടെ എനർജി ഭയങ്കര സെക്യൂർ ആയിരിക്കും. പക്ഷേ സ്പിരിച്വലി അവേക്കൺഡ് ആവാതെ ഉള്ള ആൾക്കാർ, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കംപ്ലീറ്റ് ആ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്ന, കംപ്ലീറ്റ് അങ്ങനെ ഒരു എനർജിയിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്പിരിച്വൽ എനർജി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അവർക്കത് ബേർഡൻ ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇമോഷണലി ഭയങ്കര ഡീപ്പായിട്ടുള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡീപ്പായിട്ട് തന്നെ പോകും. അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് എനർജിയുമാണ്, അതുമാത്രമല്ല ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു എനർജിയുമാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു റിലേഷൻഷിപ്പിലെങ്ങാനും പോയാൽ ഇൻറ്റിമേറ്റ് ആവും അവിടെ. അപ്പം അത് മറ്റൊരാൾക്ക്, ആ ഓപ്പോസിറ്റുള്ള ആൾക്ക് മേ ബി അത് ബേർഡൻ ആയിരിക്കും. അത് സ്പിരിച്വലി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലാത്തവരാണെങ്കിൽ അതിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അവരെന്ത് വിചാരിക്കും, നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്, നിങ്ങൾ കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെയുള്ള ഭയം കാരണം അവർ നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കും. നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കും. ഇതൊരു റിലേഷൻഷിപ്പിൽ, ലവ് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, എല്ലാ ബന്ധങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടാവുന്ന മറ്റുള്ളവരെന്ന് പറയുമ്പം ആരും ആവാം. അപ്പം മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോഴുള്ള ഫീലിംഗ്, നിങ്ങളോട് സംസാരിക്കുമ്പോഴുള്ള തോട്ട്സൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പല ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആണ്, സ്പിരിച്വലി അവേക്കൻഡ് ആണ്, അതുപോലെ ഹൈ സ്റ്റാൻഡേർഡുള്ളൊരു വ്യക്തിയാണെന്നുള്ളൊരു ചിന്തയും ആൾക്കാർക്കുണ്ട്. പിന്നെ ഇമോഷണലി ഭയങ്കര ഡെപ്തുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ചിലർക്ക് കാർമിക് ട്രിഗർ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഫിയർ ഉണ്ടാവും. ചില ആൾക്കാർക്ക് നിങ്ങളടുത്ത് വരുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര ഫിയർ ആയിരിക്കും തോന്നുക, അവർക്ക് ഇൻസെക്യൂരിറ്റി ആയിരിക്കും തോന്നുക. പിന്നെ സംടൈംസ് ഇൻറ്റിമേറ്റിംഗ് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഡീപ്ലി ലവ് ചെയ്യുന്ന ആളാണ്, അതാരോടും നിങ്ങൾക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്നേഹമുള്ള വ്യക്തികളാണ്. അപ്പം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ഡീപ്പായിട്ട് തന്നെ ആ സ്നേഹം കൊടുക്കും. അതല്ല നിങ്ങൾക്കത് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തൊരു സ്ഥലത്താണെങ്കിൽ നിങ്ങളവിടെ നിൽക്കുകയില്ല. അങ്ങനെ ഒരു ഇതിലാണ് ആൾക്കാർ നിങ്ങളെ കാണുന്നത്. പിന്നെ നിങ്ങളൊരു നോർമൽ പേഴ്സൺ വൈബല്ല കൊടുക്കുന്നത്, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു വൈബാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നോ ഒന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഒരു മിസ്റ്റീരിയസ് വൈബ് കൊടുക്കുന്നത് കൊണ്ട്, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പിരിച്വലി കുറച്ചൊരു ഡെപ്തുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആൾക്കാർക്ക് പെട്ടെന്ന്, ചില സമയം നിങ്ങൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, എന്നാൽ അതേ സമയം തന്നെ ഭയങ്കര ബോൾഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളെ പിടികിട്ടില്ല ആൾക്കാർക്ക്. അങ്ങനെ ഒരു തരം മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു എനർജിയാണ് വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആൾക്കാർക്ക് ഈ കാർമിക് ട്രിഗർ കൊടുക്കുന്നത് കൊണ്ട് ചില ആൾക്കാർക്ക് നിങ്ങൾ ഇൻസെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ പ്രോബ്ലം അല്ല, അവരുടെ ഉള്ളിലെ ആ കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരാളുടെ ലൈഫിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഒരു മാറ്റം നിങ്ങളിലൂടെ സംഭവിക്കുന്നുള്ളതാണ്. കാരണം ആരുടെ ലൈഫിലും നിങ്ങൾ വെറുതെ പോകുന്നില്ല, ആരും നിങ്ങളെ വെറുതെ കണ്ടുമുട്ടുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലോ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പേർപ്പസ് ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടാനുണ്ടാവും, അറിയാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ കാർമിക് ട്രിഗർ നിങ്ങളുടെ അടുത്തുനിന്ന് കൊടുക്കാനുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ വഴി അവർക്ക് എന്തെങ്കിലും ഹീലിംഗ് സംഭവിക്കാനുണ്ടാവും. ആരും നിങ്ങളുടെ അടുത്തേക്ക് വെറുതെ വരുന്നില്ല. പിന്നിൽ ഒരു റീസൺ ഉണ്ട്.
അതുകൊണ്ട് തന്നെ മിക്സഡ് ആയിട്ടുള്ള എനർജി ആയിരിക്കും. ചിലർക്ക് നിങ്ങളോട് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു ഫീലായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ഫാമിലി മെമ്പറിനോ കുറേ കാലത്തുള്ള പരിചയമെന്നോ മുൻജന്മ ബന്ധമെന്നോ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു ഫീലായിരിക്കും ഉണ്ടാവുക. അതേസമയം ചിലർക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ഫിയർ ആയിരിക്കും ഉണ്ടാവുക. അവർ നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.